നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് യാദൃച്ഛികമല്ല. പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസം തീരുന്ന ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആരംഭിക്കാനിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, വൈകിപ്പോയ ആഗ്രഹങ്ങൾ, മനസ്സിലെ വേദനകൾ, ഇവയ്ക്ക് ഒടുവിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകാൻ പോകുന്ന സമയം തന്നെയാണ് ഇത്. ഈ ഒരു കാലഘട്ടം വളരെ പ്രത്യേകമാണ്. കാരണം നിങ്ങളുടെ ഭാഗ്യം തുറക്കാൻ പോകുന്ന നിമിഷത്തിന്റെ ആരംഭം ഇതാണ്. ഇന്ന് ഈ തൊടുകുറി വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഭാഗ്യകാലം, സാമ്പത്തിക മാറ്റങ്ങൾ, ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം എല്ലാം വ്യക്തമായി അറിയാൻ കഴിയും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പച്ചത്തത്ത അല്ലെങ്കിൽ ഒരു മഞ്ഞത്തത്ത, ഈ രണ്ട് ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായും ആകർഷിക്കുന്ന ഒരു തത്തയെ തിരഞ്ഞെടുക്കുക. കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വലിയ ആഗ്രഹം മനസ്സിൽ ചിന്തിക്കുക. പിന്നെ ഒരു തത്തയെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഭാഗ്യത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കാം. അപ്പോൾ ശരി, ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു തത്തയെ നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള പച്ചത്തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു. ഇഷ്ടദേവതയുടെ അനുഗ്രഹം, അതല്ല എങ്കിൽ കുടുംബദേവതയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. ഈ മാസം അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ ഉയർച്ച, അതായത് ധനം കൈകളിലേക്ക്, അതായത് പണം കൈകളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥ ഉണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. എന്നാൽ പണം വരുന്നതിനനുസരിച്ച് തന്നെ അതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യവും ഉണ്ടായി എന്ന് വരാം. അതിനാൽ തന്നെ ചിലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് അനുയോജ്യം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരും. എങ്കിൽ പോലും ചില ക്ലേശങ്ങൾ വന്നു സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ചില വിഷമങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതുമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം ഇഷ്ടദേവതയുടെ, അതല്ല എങ്കിൽ കുടുംബദേവതയുടെ അനുഗ്രഹത്താൽ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത്. കർമ്മരംഗത്ത് നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതുമാണ്. വളരെയധികം ബുദ്ധിശക്തിയുള്ളവർ തന്നെയാണ് നിങ്ങൾ. അക്കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ തന്നെ പ്രതികൂലമായ പല കാര്യങ്ങളെയും ഇത്തരത്തിൽ ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിലൂടെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എവിടെയും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ശാരീരികവും മാനസികവുമായ ശക്തി വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതുമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടി മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു ചേർന്നു എന്ന് വരാം. എങ്കിൽ കൂടിയും അവയെല്ലാം തരണം ചെയ്തുകൊണ്ട്, അതായത് നിഷ്പ്രയാസം നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് കടന്നു വരുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അതായത് സ്ഥാനക്കയറ്റമോ ഉയർച്ചയോ നിങ്ങൾക്കുണ്ടാകും എന്ന് ചുരുക്കം. കൂടാതെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് തിരിച്ചടി ലഭിക്കുന്ന സമയം കൂടിയാണ് ഇനിയുള്ളത് എന്ന് ഓർക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ശത്രുക്കൾ ഉണ്ടായി എന്ന് വരാം. എങ്കിൽ കൂടിയും അവരെയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. എങ്കിൽ കൂടിയും അശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് ഇത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമാണ്. കടബാധ്യതകളുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ആശ്വാസം ലഭിക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേർന്നു എന്നു വരാം. കടം വീട്ടാൻ അല്പം സാവകാശം ലഭിച്ചു എന്നും വരാം. എന്നിരുന്നാൽ കൂടിയും
സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് ചിന്തിച്ചായിരിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. എടുത്ത തീരുമാനങ്ങളുമായി മുന്നേറുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഫലമായി കാണുന്നത്. എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്നുള്ള വിവരം ഓർക്കേണ്ടതാകുന്നു. പുതിയ അവസരങ്ങൾ, അതായത് ജോലി താൽക്കാലികമാണെങ്കിൽ പോലും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ മാസം പ്രത്യേകിച്ചും കുടുംബദേവതയും ദേവതയും ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായ പച്ചത്തത്തയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി അടുത്തതായി 2ാം നമ്പർ ചിത്രമായിട്ടുള്ള മഞ്ഞത്തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പ്രതീക്ഷിക്കുന്നതുപോലെ ധനം കൈകളിലേക്ക് വന്നു ചേരാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് സത്യം തന്നെയാകുന്നു. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിലുടനെ തന്നെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള വ്യക്തികൾ തന്നെയാകുന്നു നിങ്ങൾ. ദാമ്പത്യ ജീവിതത്തിലും മറ്റുള്ള വ്യക്തികളുമായി തർക്കങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അത് നിങ്ങൾക്ക് മാനസികമായ വിഷമങ്ങൾക്ക് കാരണമായി തീരാം. എന്നാൽ ഈ തർക്കങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നു തന്നെ പറയാം. ആഗ്രഹങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായുള്ള ഒരു സമയം തന്നെയാകുന്നു. ഇത് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുവാൻ വേണ്ടി അതിയായി പരിശ്രമിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇത്തരത്തിൽ പരിശ്രമിക്കുന്നതിലൂടെ ഇക്കാര്യങ്ങളെല്ലാം അനുകൂലമായി വന്നു ഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് യാത്രകൾ നടത്തേണ്ടി വന്നേക്കാം. ഈ യാത്രകൾക്കിടയിൽ എല്ലാം ചെറിയ തടസ്സങ്ങളും വന്നു ചേർന്നു എന്നും വരാം. ഇത്തരം തടസ്സങ്ങളെയെല്ലാം നിങ്ങൾ തന്നെ ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്നാണ് പറയുവാനുള്ളത്. പലതും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. സന്താന ക്ലേശങ്ങൾ അല്പം ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഭാഗ്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ ഒരു സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത്. അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കുക. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് ചില നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കുവാനുള്ള അല്ലെങ്കിൽ അനുകൂലമാക്കി തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇനി ആഗതമാകുന്നത്. ധനപരമായ നേട്ടങ്ങൾ ഇതിലൂടെ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങളുടെ സ്വീകാര്യത, അംഗീകാരം മുതലായ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരം സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. വിദേശ യാത്രകൾ പഠനാവശ്യവുമായി ബന്ധപ്പെട്ടതോ ജോലിയുമായി ബന്ധപ്പെട്ടതോ ആകാവുന്നതാണ്. കൂടാതെ ഈ സമയം മനക്ലേശങ്ങൾ ഉണ്ട് എങ്കിൽ അത് നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ പലവിധ കഷ്ടതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ നിന്നും ചില ആശ്വാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാകുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്നു. സഹായകരമാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. പ്രധാനമായും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. പല വ്യക്തികളുമായി നിലവിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. പല മാറ്റങ്ങളും ജീവിതത്തിൽ പ്രകടമാകുന്ന സമയം കൂടിയാണിത്. കർമ്മരംഗത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് മൂലം അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. തന്മൂലം ജീവിതത്തിൽ ഉയർച്ച നേടുവാനും, അതായത് കർമ്മരംഗം മൂലം ഉയർച്ച നേടുവാനും സാധിക്കുകയും ചെയ്യും. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് കുടുംബദേവതയെയും ഇഷ്ടദേവതയും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാനായി ആഗ്രഹിച്ചത്. വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതുമാണ്.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.